നമ്മൾ എന്തിനു കിടന്ന് ഇത്രയും ആവേശം സർ, കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ മകൾ സിനിമാ രംഗത്തേക്ക് അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് വരുന്ന ഒരു വാർത്ത വലിയ രീതിയിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നു. വിസ്മയ. ഇതിനുശേഷം മോഹൻലാൽ എന്തോ ഒരു പൊതുപരിപാടിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ചാനലിൻ്റെ ആളുകളും അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എടുക്കാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും അവരുടെ ഇരിക്കുന്ന മൈക്കൊക്കെ ഇപ്പം ഗൺ മൈക്കാണ്, കുറച്ച് നീളമുള്ള മൈക്കാണ്, അതൊരു ഇരുമ്പ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ മോഹൻലാൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് നടന്നു പോകുന്നു. പോലീസൊക്കെ അദ്ദേഹത്തിന് വഴിയൊരുക്കി കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് എങ്ങനെയോ ഒരു ചാനൽ പ്രവർത്തകൻ തൻ്റെ മൈക്ക് എടുത്ത് ഉയർത്തി കാണിക്കുമ്പോൾ അത് വന്ന് കൊള്ളുന്നത് മോഹൻലാലിൻ്റെ കണ്ണിനടുത്ത വലിയ ശക്തിയിലല്ല എങ്കിൽ പോലും അതൊരു അപകടകരമായ രീതിയിലാണ്. ഈ ചാനൽ പ്രവർത്തകൻ അങ്ങോട്ടേക്ക് നോക്കുന്നില്ല, കാരണം പോലീസ് പിടിച്ച് തള്ളുന്നുണ്ട്. എന്തായാലും മോഹൻലാൽ വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോൾ പറഞ്ഞു, മോനെ ചെയ്തത് ശരിയായില്ല കേട്ടോ, നിന്നെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത്. പക്ഷേ ഇതൊരു അപകടകരമായ മോനെ എന്ന് പറഞ്ഞു. അതെ, കണ്ണല്ലേ മോനെ എന്ന് വളരെ സ്നേഹത്തോടെയാണ്. പക്ഷേ അതൊരു അപകടകരമായ പ്രവണതയല്ലേ? ഒരാൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മൈക്ക് വീണ്ടും വീണ്ടും കുത്തിക്കയറ്റിയിട്ട് കാര്യമുണ്ടോ? വളരെ മോശമായ ഒരു പ്രവണതയാണത്. സത്യത്തിൽ ഈ കേരളത്തിലെ ഈ ദൃശ്യമാധ്യമ രംഗം ഈ എപ്പോഴും ഒരു ശൈശവോദ്ദേശയിലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ പാകത എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനൊരു സംഗതി അതിൻ്റെ അകത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു ദൃശ്യമാധ്യമ രംഗത്ത് ഈ ഫീൽഡിലേക്ക് ആളുകളെ വിടുമ്പോൾ ഈ പലപ്പോഴും നമ്മൾ ഈ ഇഷ്ടപ്പെടാത്ത ആളുകളോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ ദേശീയ ചാനലുകളിലെ പല രംഗങ്ങളും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ റോബർട്ട് വാദ്രയ്ക്കെതിരെ ഒരു ചാനൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു അധികം പ്രായമില്ലാത്തൊരു പെൺകുട്ടിയോ മറ്റോ തെരുവിലേക്ക് ഇറക്കി വിടുകയാണ്. വാദ്ര വരുന്നിടത്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും പിടികൂടണം, എങ്ങനെയെങ്കിലും ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ കാറ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്പീഡിൽ നിന്നൊക്കെ ഉണ്ടാവും, വേഗത്തിലൊക്കെ പോകുന്നുണ്ടാവും. അപ്പോഴുമൊക്കെ ചാടി വീഴുന്നുണ്ടാവും. കാരണം മറ്റേ ചീഫ് എഡിറ്ററോ പറഞ്ഞ് വിട്ടിരിക്കുകയാണല്ലോ ഇന്നത്തെ ടാസ്ക് ഇതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത്തരം ആളുകളെയാണോ, അതല്ലാതെ ഈ മാധ്യമ രംഗത്തിനെ പറ്റി എന്തെങ്കിലും ഒരു ബോധം ഉള്ളവരെയാണോ, ഇങ്ങനത്തെ ആളുകളെയാണോ ഈ ഇറക്കി വിടുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ധാരണയില്ല. സിനുജി ടി വിയിൽ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ഈ ഇറക്കി വിടുന്നത്? ഞാൻ പറഞ്ഞ രീതിയിലാണോ? സാറിപ്പോൾ പറയുന്നത്? സാറിപ്പോൾ പത്രത്തിൽ ജോലി ചെയ്ത ഒരാൾ, സാറിന് അറിയാം സാറിൻ്റെ മുൻഗാമികൾ, സാറിന് ശേഷമുള്ള ആൾക്കാരെ എങ്ങനെയാണ് മോൾഡ് ചെയ്യേണ്ടതെന്ന്. ചാനലിനെ സംബന്ധിച്ച് ഇപ്പോഴും അങ്ങനെ ഒരു ധാരണയില്ല. കാരണം പുതുതായിട്ട് ചാനലിലേക്ക് വരുന്ന ഒരാൾ തൻ്റെ മുൻഗാമി എങ്ങനെ ചെയ്യുന്നു അത് കണ്ടുപഠിക്കുകയാണ്. അല്ലാതെ ഒരിടത്തേക്ക് പോയി എങ്ങനെ പെരുമാറണം, ഒരാളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയാം. ഇപ്പോൾ ഒരാളുടെ അടുത്ത് നമ്മൾ ഒരു ബൈറ്റ്, ഒരു റിയാക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മളൊരു സാർ എന്ന് പറഞ്ഞ് വിളിച്ചെടുക്കാം, താനെന്ന് പറഞ്ഞിട്ടെടുക്കാം, താങ്കൾ എന്ന് പറഞ്ഞിട്ടെടുക്കാം. പക്ഷേ നമ്മൾ കൊടുക്കുന്ന മര്യാദയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ചാനലിലും ഓഫീസിലും ഉള്ള സൗകര്യങ്ങളില്ല. ഇപ്പോൾ കുറേ പേര് പോകുമ്പോൾ കുറച്ച് പേരെ റിക്രൂട്ട് ചെയ്യുന്നു, അവരെ കുറച്ചാൾ ഡെസ്കിലിരുത്തുന്നു, ഡെസ്കിൽ എന്താണ് പരിപാടി എന്നൊക്കെ കണ്ടുപഠിക്കുന്നു. കുറച്ച് പേര് അപ്പോൾ ബ്യൂറോയിൽ ഇങ്ങനെയാണ്, അത് തന്നെ നാളെ ഞാനും പോകുന്നു. അപ്പോൾ ബ്യൂറോയിലേക്ക് പോകുമ്പോൾ മറ്റ് ചാനലുകാരെല്ലാം മൈക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നിൻ്റെ മൈക്കിൽ എന്താണ് ശബ്ദം വരാത്തതെന്ന് പറഞ്ഞാൽ ഇവനെ പിടിച്ച് വഴക്ക് പറയും. അപ്പോൾ ഇവനെന്ത് കൊടുക്കും, മറ്റുള്ളവരെക്കാൾ മുമ്പേ എൻ്റെ മൈക്കിൽ കിട്ടണമെന്ന് പറയും. അപ്പോൾ മോഹൻലാൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ ബാക്കിയുള്ളവർ മാറി നിൽക്കാം. പക്ഷേ 4-5 ചാനലും മാറി നിൽക്കുമ്പോൾ 6ാമത്തവൻ മൈക്കും കൊണ്ട് എന്നിട്ട് എന്താ മോനെ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു വോയിസ് വരുന്നല്ലോ. ഈ ഓഡിയോ അവർക്ക് കിട്ടി, നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റം പറയും. അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു പരിശീലന പരിപാടിയോ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള പറഞ്ഞു കൊടുക്കലോ ഇതൊന്നും തന്നെ ചാനൽ നടക്കാറില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഒരു മനുഷ്യന് കോമൺ സെൻസ് ആകാം, അതെ, സാമാന്യ ബോധം. ഈ സാമാന്യ ബോധം പോലും ഇല്ലാത്ത പ്രവൃത്തികളാണ് ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപിയോടുള്ള പെരുമാറ്റം, ഈ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ പെരുമാറ്റം. വേട്ടയാടുകയാണ്. അതായത് ഞാനൊക്കെ പഠിച്ചിരിക്കുന്ന ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അകത്ത് നമ്മൾ നമ്മളുടേതായ യുക്തി, വിവേചന ബുദ്ധി, സാമാന്യ ബോധം അല്ലേ? അതെ. നമുക്ക് ഈ ഒരു പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയം വോട്ട് ചെയ്യുമ്പോൾ മതി. അല്ലാത്ത സമയത്ത് നമ്മൾ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഈ ദൃശ്യമാധ്യമ പ്രവർത്തകരെ പല ആളുകളും കാണുമ്പോൾ അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെന്ന് തോന്നും. ഈ മൈക്ക് കൊണ്ട് ആക്രമിക്കാൻ ചെല്ലുന്ന പോലെയാണിത് അല്ലേ? ചില ഭീകര പ്രവർത്തകരൊക്കെ ഈ ജിഹാദിനൊക്കെ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന പോലെയാണ് ഇവരെ. സിനുജി പറയുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു സംഭവം പണ്ട്
എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ തന്നെ ഓർമ്മ വന്നു. അതായത് ഈ ഗൗരിയമ്മയുടെ നായനാർ മന്ത്രിസഭയിൽ KR ഗൗരിയമ്മ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ പെട്ടെന്നൊരു ദിവസം എക്സൈസ് വകുപ്പ് അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റി. അത് TK രാമകൃഷ്ണന് കൊടുത്തു. അപ്പോൾ കോട്ടയത്ത് TBയിൽ മറ്റേ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ നാട്ടകത്ത് മറ്റേ നായനാർ വരുന്നുണ്ട് എന്തോ പരിപാടിക്ക് മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊരു പ്രതികരണം നായനാരുടെ എടുക്കണം. എനിക്ക് പിൽക്കാലത്ത് നായനാരും ഒക്കെ ആയിട്ട് വലിയ അടുത്ത ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കോട്ടയത്ത് ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത്, കോട്ടയം ബ്യൂറോയിൽ ജോലി ചെയ്യുമ്പോൾ ഈ ബന്ധമൊന്നും ഇല്ല. അത്യാവശ്യം വൈക്കം വിശ്വനെയൊക്കെ അറിയാം, സുരേഷ് കുറുപ്പിനെയൊക്കെ അറിയാം. ഇങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ അകത്ത് ഇന്ന് ഈ വൈക്കം വിശ്വൻ, സുരേഷ് കുറുപ്പ് ഈ കൂട്ടത്തിൽ ഒരാളെ വിളിച്ചിട്ട് എനിക്ക് നയനാർ സഖാവിനെ ഒന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ വാതില് ഇങ്ങനെ ഫ്രണ്ട് വാതില് മുറിയുടെ കുറച്ച് തുറന്നു കിടപ്പുണ്ട്. എനിക്ക് അകത്ത് സംസാരിക്കുന്നതൊക്കെ കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മനോരമയുടെ ആള് വന്നിട്ടുണ്ട് എന്നകത്ത് പോയി നായനാരോട് പറയുന്നു ഈ സഖാവ്. എന്താ കാര്യം എന്നപ്പോൾ നായനാർ ചോദിക്കുന്നുണ്ട്. ഇതൊരവസരമാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ അകത്തേക്ക് കയറി. അത് ഞാൻ പറയാം സഖാവേ എന്ന് പറഞ്ഞിട്ട് ഇത് ചോദിക്കുകയാണ്. അപ്പോൾ നല്ല ഒന്നാന്തരം പ്രതികരണവും കിട്ടി. കാരണം പെട്ടെന്ന് പുള്ളി റിയാക്ട് ചെയ്യേണ്ടി വരികയാണ്. തിരിച്ച് ഞാൻ ആലോചിച്ചത് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് സെക്കൻഡുകളെ കിട്ടുന്നു. നായനാർ ആലോചിച്ചിട്ട് ഇതൊക്കെ ആയിരിക്കും ചോദിക്കാന്ന് പറഞ്ഞിട്ട് അയാളെ കേട്ടണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അവസരം പോവില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയാം, അകത്തേക്ക് കയറാം എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിനെ ആക്രമിക്കാനൊന്നും പോകുന്നില്ലല്ലോ, നമ്മൾ സംസാരിക്കുന്നില്ലയോ. നമ്മുടെ കയ്യിൽ ആയുധങ്ങളും ഇല്ല. നമ്മുടെ കയ്യിൽ പേനയുണ്ട്, മറ്റേ നിബിന് നല്ല മൊനയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതുകൊണ്ട് ആക്രമിക്കാൻ പോകും. അതാണ് കോമൺ സെൻസ്, സാമാന്യ ബോധം. ഇതൊന്നും ഇല്ലാത്ത പ്രവർത്തനങ്ങൾ. ഇത് ദൃശ്യമാധ്യമ രംഗത്ത് നമ്മൾ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു. നമ്മൾ ദൃശ്യമാധ്യമ രംഗത്ത് വേറെയും ധാരാളം കണ്ടില്ല. കാരണം മറ്റേ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയൊരു സംഭവം നിങ്ങളുടെ നാട്ടിലുണ്ടായില്ലേ, കൊല്ലത്ത്. എന്നിട്ട് ആ മറ്റേ കുട്ടിയുടെ വീട്ടിന്റെ അകത്തൊക്കെ കയറി മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പല കാലങ്ങള്. പണ്ട് ദൃശ്യമാധ്യമ പ്രവർത്തകരല്ലേ ഒരാളെ ആ പത്മതീർത്ഥ കുളത്തിൽ കൊല്ലുമ്പോ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ? എല്ലാ മാധ്യമ പ്രവർത്തകരും കൂടി ചേർന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടുത്താമായിരുന്നു നമുക്ക്. അങ്ങനെ ഒരു പ്രവൃത്തി അല്ലേ? ചിലപ്പോൾ ജീവൻ രക്ഷാ പതക്കൊക്കെ കിട്ടിയേനെ അങ്ങനെ ആയിരുന്നെങ്കിൽ. ഇപ്പൊ സാറ് പറയുന്ന പോലെ അപ്പൊ ഈ ബ്യൂറോയിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാർക്ക് ഒരു ചുമതലയുണ്ട്, പിന്നെ അത് ഡെസ്കിലേക്ക് കൊടുക്കുന്നു, അവിടുത്തെ ബാക്കിയുള്ളവരൊക്കെ നീന്തി. ഇപ്പോൾ അങ്ങനെയല്ല, ദൃശ്യമാധ്യമങ്ങൾ എന്ന് പറയുന്നത് ടെലിവിഷൻ ഷോ ആയിട്ട് മാറി. ന്യൂസ് പ്രസന്റേഷൻ അപ്പുറത്തേക്ക് ആ ആങ്കർ അവിടെ നിന്ന് എന്ത് കാണിക്കുന്നു അത് അയാളുടെ ഷോയായി മാറി. അതുകൊണ്ടാണ് സാറ് നേരത്തെ പറഞ്ഞ പോലെ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അടുത്ത് നേരിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം, അതിന് പകരം അയാളുടെ രാഷ്ട്രീയമല്ല എൻ്റെ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ശത്രുതാപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത്. ഇത് ആ ആങ്കർ ആ സ്റ്റുഡിയോയിൽ നിന്ന് കാണിക്കുന്നതാണ്. അത് കണ്ടുപഠിച്ചിട്ട് ഇവനും അവിടെ ചെന്ന് കാണിക്കുന്നത്, ഇവൻ ഓർ ഇവൾ അങ്ങനെ കാണിക്കുന്നതായിരിക്കാം. അങ്ങനെ മാധ്യമ പ്രവർത്തകർ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധാരാളം പത്രപ്രവർത്തനങ്ങൾ, പത്രസമ്മേളനങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുള്ളതാണ്, വലിയ ആളുകളുടെ തന്നെ. ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത വാചകങ്ങളൊക്കെ പറഞ്ഞു വരും. ഉദാഹരണത്തിന് EK നായനാർ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ജൂനിയറായ ഒരു റിപ്പോർട്ടറാണെങ്കിൽ പലപ്പോഴും പറഞ്ഞിരുന്നൊരു വാചകമാണ്, നിന്നെപ്പറ്റി നിൻ്റെ തന്തയും തള്ളയും ആലോചിക്കുന്നതിന് മുമ്പേ ഞാൻ ഈ പരിപാടി തുടങ്ങിയതാണ്. സത്യത്തിൽ ഇത് ഇഷ്ടപ്പെടുന്നൊരു വാചകമല്ല ആർക്കും. പക്ഷേ ആ കാലത്ത് ഇത് മറ്റേ നായനാരോട് ആരും തിരിച്ച് ഇതെന്താന്ന് വെച്ചാൽ ഇവർ പറയുന്ന പല വാചകങ്ങളും തന്നെ ന്യൂസായിട്ടാണ് നമ്മൾ പത്രപ്രവർത്തകർക്ക് തോന്നാറ്. അതല്ലാതെ അവരെ ആക്രമിക്കണം എന്നല്ല നമുക്ക് തോന്നുന്നത്. അവർ പറയുന്നതിൻ്റെ അകത്ത് തന്നെ ന്യൂസ് ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. അതല്ലാതെ ഇപ്പൊ VD സതീശനോടും ഒക്കെ ഇവർ പലപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത് കാണാം, ചിലത് പറയണം എന്ന് പറഞ്ഞിട്ട്. ഇവര് നമ്മുടെ അടുത്ത് വരുന്നത് പലപ്പോഴും അവർക്ക് വേണ്ടത് പറയാനാണല്ലോ. അത് കഴിഞ്ഞിട്ട് അവര് ശരി കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. അത് നമ്മൾ വകവെച്ചു കൊടുക്കുക തന്നെയാണ് വേണ്ടത്. നമുക്ക് ചോദ്യം ചോദിക്കാം, അവർക്ക് ഉത്തരം പറയാൻ സൗകര്യമില്ല എന്നുള്ളത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അനുവദനീയമാണല്ലോ. ചില സമയത്ത് ഒന്നാമത് നല്ല ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ മാത്രമുള്ള കോപ്പ് ഇവരുടെ കയ്യിലില്ല. ഈ
ഈ കോപ്രായങ്ങൾ കാണിക്കാനുള്ള കോപ്പില്ല, കോപ്രായമേ കയ്യിലുള്ളൂ. അതാണ് ആ ഒരു സ്ത്രീ. അത് കഴിഞ്ഞ് അവർ കൊണ്ടുപോയി സുരേഷ് ഗോപിക്കെതിരെ കേസൊക്കെ കൊടുത്തു. അദ്ദേഹത്തിന് പറയാൻ സൗകര്യമില്ല, അദ്ദേഹം അവരെ തട്ടിമാറ്റി. മൈക്കാണല്ലോ ഈ തട്ടിമാറ്റുന്നത്. ആളെ തൊടാനോ മാനഭംഗം ചെയ്യാനോ ഒന്നുമല്ലല്ലോ സുരേഷ് ഗോപി പോകുന്നത്. സുരേഷ് ഗോപി വളരെ മാന്യനായ, അല്ലേ, ഒരു പുരുഷരത്നം എന്ന് പറയാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. എത്രയോ നന്മ ചെയ്യുന്ന ഒരാളാണ്. പല സിനിമ നടന്മാരെയും വെച്ച് നോക്കുമ്പോൾ, പലരുടെയും സ്വകാര്യ ജീവിതം വെച്ച് നോക്കുമ്പോൾ, അങ്ങനെ മാറ്റുമ്പോഴാണ് അത് കടന്നുകയറ്റമാണെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാനൊക്കെ പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഇപ്പം അടുത്ത കാലത്ത് MP ഗോവിന്ദൻ, ഇല്ലേ, അതെ, മറ്റേ RSSുമായിട്ടുള്ള ബന്ധം പറഞ്ഞിൽ അബദ്ധത്തിലായില്ലേ? അതെ അതെ. മറ്റേ സ്വരാജിന്റെ ബലമൊക്കെ വരുന്ന മറ്റേ വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പേ. അതെ, അതങ്ങനെ ഒരു ചോദ്യം അങ്ങോട്ട് പോകുന്നത് കൊണ്ടാണല്ലോ. ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാനും ചോദ്യം ചെയ്യാനും ഹോംവർക്ക് ചെയ്തിരിക്കണമല്ലോ, കാര്യങ്ങൾ ചോദിക്കാൻ. അങ്ങനെ ഒരു ഹോംവർക്കും ഇല്ലാത്ത ഒരു പടയാണ് നമ്മൾ ഈ കാണുന്നത്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഹോംവർക്ക് ഇല്ല എന്ന് മാത്രമല്ല, ഒരു കാര്യത്തിനെ പറ്റി ഒരു ധാരണയില്ല. ഡെസ്കിൽ നിന്ന് എന്ത് പറയുന്നു ആ സാധനം ചോദിക്കും. ഇപ്പോൾ മോഹൻലാലിൻ്റെ മകൾ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നു, അവരത് സമ്മതിച്ചു. ഒരുപക്ഷെ മോഹൻലാൽ പോലും അറിഞ്ഞിട്ടില്ലായിരിക്കും. ചിലപ്പോൾ അവരുടെ ഒരു യോഗത്തിൽ വെച്ച് മോഹൻലാലിൻ്റെ മകൾ ചോദിച്ചു ഓക്കെ എന്ന് പറഞ്ഞതായിരിക്കാം. അപ്പോൾ മോഹൻലാൽ പിന്നീട് പറഞ്ഞ കാര്യം, ഞാനിതറിയുന്നില്ല, ഞാനൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കല്ലേ, എൻ്റെ മകൾ അങ്ങനെ ഒരു സമ്മതം മൂളിയ കാര്യം എനിക്കറിയില്ല, അതുകൊണ്ടാണ് അറിയില്ല, പിന്നീട് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ പറയുന്നതിനെ മാനിക്കാതിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഡെസ്കിൽ നിന്നുള്ള നിർദ്ദേശം. ഞാൻ ഈ ദൃശ്യം കണ്ടതാണ്. മോഹൻലാലിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അദ്ദേഹം ഒരു മറുപടിയും പറയാൻ പോകുന്നില്ല എന്നുള്ളത് ആദ്യ സെക്കൻഡിൽ തന്നെ അറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ പിന്നാലെ പാഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. മോഹൻലാൽ മാത്രമല്ലല്ലോ, ഞാനാണെങ്കിലും എനിക്ക് പറയാൻ സൗകര്യമില്ലാത്തത് ഞാൻ പറയില്ലല്ലോ. പിന്നെ എത്ര നിർബന്ധിച്ചാലും പറയില്ല. പിന്നെ ഈ പുറകെ പാഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? അവിടെയാണ് സാർ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പറയുന്ന മോഹൻലാൽ അവസാനം കാറിൽ കയറുമ്പോൾ ഒരു മൈക്ക് മാത്രമേ മുമ്പിലുള്ളെങ്കിൽ നോ കമൻസ് എന്ന് പറയും. ഇപ്പം നോ കമൻസ് എന്നുള്ളത് ഈ മൈക്കിൽ മാത്രമേ കിട്ടുള്ളൂ. എന്തുകൊണ്ട് നമ്മുടെ മൈക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവനെ സ്വാഭാവികമായിട്ടും പീഡിപ്പിക്കാം, അവനെ ചാടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇവർ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നതെന്ന് പറയുന്നത്. കാരണം ഈ മൈക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര നീളമുള്ളതാണ്, കുറച്ച് ദൂരെ ഇങ്ങനെ കാണിക്കാം, ഒരാൾ തട്ടിയാൽ അത് ഒരാളുടെ മുഖത്ത് കൊള്ളും, ദേഹത്ത് കൊള്ളും. ഇതൊക്കെ ഈ രാഷ്ട്രീയക്കാർ വളരെ ശ്രദ്ധിക്കും. കാരണം ഈ സിനിമാ താരങ്ങൾ അത്ര ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ മാധ്യമ പ്രവർത്തനം ഒരു പ്രൊഫഷനാണ്. അതെ, മോഹൻലാലിൻ്റെ അഭിനയം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിന് ജീവിതാവസാനം വരെയും അഭിനയിച്ചേ പറ്റൂ. കാരണം ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആലോചിക്കുകയായിരുന്നു, കാറിലിരുന്നു, അദ്ദേഹം അഭിനയം വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായും ഡിപ്രഷനിലേക്ക് പോകുമല്ലോ. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി ഒരു സ്കൂട്ടറിൽ നിന്ന് വീണിട്ട്, മുഖം ഇടിച്ചോ മറ്റോ വീണിട്ട് ഭയങ്കരമായിട്ട് ദുഃഖിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭിനയത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ മുഖം വളരെ പ്രധാനമാണ്. അതിന് ഒരു പരുക്കും വരാതെ നോക്കേണ്ടതാണ് അവര്. കാരണം പല വേഷങ്ങൾ, അല്ലേ, നമ്മളെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അധ്വാനിക്കുന്നത്. പല വേഷങ്ങൾക്ക് ഈ മുഖം വളരെ പ്രധാനമാണ്. എനിക്ക് ഇനി അഭിനയിക്കാൻ പറ്റില്ലല്ലോ അന്ന് മമ്മൂട്ടി ദുഃഖിച്ചതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ കണ്ണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമല്ലേ, അദ്ദേഹത്തിന്റെ മാത്രമല്ല ആരുടെയും. അദ്ദേഹത്തിന്റെ മുഖത്തേക്കല്ലേ ഈ മൈക്ക് കയറുന്നത്. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ്ടേ എപ്പോഴും. നമുക്ക് എവിടം വരെ പോകാം എന്നുള്ളതിനെ പറ്റി, ആരുടെ അടുത്തായാലും എത്ര വരെ പോകാം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഒരു സാമാന്യ ബോധവും അത്തരം കാര്യങ്ങളും ഒക്കെ വേണ്ടതാണ്. നമുക്കിപ്പോൾ പൊതുവെ ചർച്ചകൾ കണ്ടാലും, കഴിഞ്ഞ ദിവസം ഒരു എന്തിനാ പേര് പറയാതിരിക്കുന്നത്, റിപ്പോർട്ടർ ചാനലിൽ അവരുടെ എഡിറ്റർമാർ തമ്മിലുള്ള ചർച്ചയുടെ അകത്തെ ഈ അതിൻ്റെ പ്രധാനപ്പെട്ട എഡിറ്ററായിരിക്കുന്ന ആളോട് അവിടുത്തെ ഒരു വനിത എക്സിക്യൂട്ടീവ് എഡിറ്ററോ എന്തോ ആണെന്ന് തോന്നുന്നു, നിങ്ങളവിടെ മിണ്ടായിരിക്കേ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, സ്റ്റോപ്പ് ഇറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ചർച്ചയിൽ. ഇതെന്ത് സംസ്കാരമാണിത്? നമ്മളിതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളതല്ലേ. നിങ്ങൾ മുതിർന്ന ഒരാളോട് നിങ്ങളുടെ സ്ഥാപനത്തിൽ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഇളയ ആളോടും എങ്ങനെ പെരുമാറണം, ആ ഒരു ഡീസൻസി ഒന്നും ഇല്ലാത്ത എഡിറ്റേഴ്സ് ചർച്ച, 4 പേര് മുതലാളിയും കൂടി ഇരിക്കുന്ന പരിപാടിയാണ്. ഇതിൻ്റെ അകത്ത് മുതലാളിയോടും ഈ ആള് പറയുന്നുണ്ട്, സാറവിടെ വെറുതെ ഇരിക്കുക എന്നുള്ള മട്ടിൽ പറയുന്നുണ്ട്. അവരിതൊക്കെ ഡിസർവ് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് കേട്ടോ. ഈ മുതിർന്ന ആളും ഈ മുതലാളിയൊക്കെ ഡിസർവ് ചെയ്യുന്നവരാണ്.
കാരണം മാധ്യമ സംസ്കാരം ഒന്നുള്ള ആളുകളല്ല അവർ. അപ്പോൾ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവരെ. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ദൃശ്യമാധ്യമ സംസ്കാരം എന്ന് പറഞ്ഞത് വല്ലാതെ ജീർണിച്ച് പോയിട്ടുണ്ട്. ഈ മരത്തിന് ഈ കാതിലില്ലാതെ വരുമ്പോൾ ഈ മറ്റേ അതിനെന്തോ പറയുമല്ലോ, അതിന് ഉള്ളിലൊന്നുമില്ലാതെ വരില്ലേ, കാമ്പില്ലാതെ ബോധമെന്നോ അങ്ങനെ എന്തോ പറയുന്ന എന്തോ ഒരു വാക്കാണ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ കാമ്പില്ലാതെ കഴമ്പില്ലാതെ, മരത്തിൻ്റെ കാര്യം ഞാൻ മറ്റേ ചാനല് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് മരം മനസ്സിലേക്ക് വന്നാണ് ഈ കാമ്പില്ലാതെ ഒക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ മോഹൻലാൽ നമുക്ക് പ്രിയപ്പെട്ടതാണ്. മോഹൻലാലിൻ്റെ കണ്ണും അല്ലേ, മോഹൻലാലിൻ്റെ ശരീരവും അതും വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ആത്മീയതയ്ക്ക് പോലും ആവശ്യപ്പെട്ടതാണ്. മോഹൻലാലിൻ്റെ പെരുമാറ്റം കണ്ടില്ലേ, ആ സ്വാർജിതമായ ആത്മീയത കൊണ്ടുള്ള ആത്മസംയമനം മോഹൻലാൽ വിട്ടില്ല. അത് ഒടുവിൽ 24 ന്യൂസ് ചാനലിൻ്റെ മൈക്കാണ് കൊള്ളുന്നത്. ഒടുവിൽ അതേ റിപ്പോർട്ട് തന്നെ മോഹൻലാലിനെ വിളിച്ച് ക്ഷമ പറയുന്നുണ്ട്. ക്ഷമ പറയുമ്പോഴും മോഹൻലാൽ വളരെ സൗമ്യമായിട്ട് വളരെ സംയമനത്തോടു കൂടിയാണ്, മോനെ നീ അത് നോക്കണ്ടേ, നീ അത് ശ്രദ്ധിക്കണ്ടേ എന്നുള്ള രീതിയിലാണ് മാപ്പ് പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ നീ അത് ശ്രദ്ധിക്കണ്ടേ, എൻ്റെ ഇവിടെയല്ലേ കൊള്ളുന്നത്. അപ്പോൾ അത്രയും സംയമനം അവർ കാണിക്കുമ്പോൾ ഇനിയെങ്കിലും മോഹൻലാലിനെ പറ്റി ഇത്രയും പറഞ്ഞപ്പോൾ പെട്ടെന്ന് വേറൊരു ഓർമ്മ എനിക്ക് വന്നു. തുടരും എന്ന് പറഞ്ഞ സിനിമയില്ലേ, ആ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ നിർമ്മാതാവില്ലേ രഞ്ജിത്തുമായിട്ടുള്ളൊരു അഭിമുഖത്തിൽ രഞ്ജിത്ത് പറയുകയാണേ, ഒരു ദിവസം ആ കാട്ടിലെ ഫൈറ്റ് എടുക്കേണ്ട സമയമാണ്. അപ്പോൾ മോഹൻലാലിന് പനിയാണ്. അപ്പോൾ മറ്റേ സംവിധായകൻ തരുൺമൂർത്തിയൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇന്ന് പാക്കപ്പ് ചെയ്യാം, പനിയൊക്കെ ഒന്ന് ശമിച്ചിട്ട്, കാരണം അങ്ങനത്തെ ഒരു സീനാണല്ലോ ഈ ഫൈറ്റ് ചെയ്യണം ശരീരം കൊണ്ട് സ്വന്തമായിട്ട് തന്നെ. അപ്പോൾ മോഹൻലാലിനോട് ചെന്നിട്ട് രഞ്ജിത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ ചേട്ടാ നമുക്ക് ഇന്നിത് വേണ്ട എന്ന് വെക്കാം. അപ്പോൾ മോഹൻലാൽ പറയുകയാണ് രഞ്ജിത്തിനോട്, അങ്ങനെ ചെയ്താൽ രഞ്ജിത്തിൻ്റെ കുറേ പൈസ പോവും, പിന്നെ എന്നെ കാത്ത് അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്, അവർക്കും പ്രയാസം വരും, ഇല്ല നമുക്കത് ചെയ്യാന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ തന്നെ ഏതോ ഡോക്ടറെ വിളിച്ചിട്ടേ പെട്ടെന്ന് ഇത് കുറച്ച് നേരത്തേക്ക് ശമിപ്പിക്കാനായിട്ട് എന്ത് ഗുളിക കഴിക്കണം എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടേ അത് കഴിച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയി. മോഹൻലാലിന്റെ ഈ അർപ്പണബോധം ഇല്ലേ, അതിനോടുള്ള ഒരു പാഷൻ അല്ലേ, ആ പാഷൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ കാരണം എന്നുള്ള ഒരു ചിന്ത. ഞാനത് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, മോഹൻലാൽ മറ്റേ ആളെ ഉപദേശിച്ചല്ലോ ഈ തോക്കുമായിട്ട് നടന്നവനെ. പ്രൊഫഷണൽ എറ്റിക്കറ്റ് എന്ന് പറയുമല്ലോ ഇംഗ്ലീഷിൽ, ഒരു പെരുമാറ്റ മര്യാദ, അതാണ് മോഹൻലാൽ പറഞ്ഞു കൊടുത്തത്. എന്നാലും മോനെ നോക്കണ്ടേ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ഈ സംഭവം ഓർത്തത്, ഈ സിനിമയുടെ ആ ഫൈറ്റ് ഇതിൻ്റെ ഓർമ്മ എനിക്ക് വന്നത്. ഈ പ്രൊഫഷണൽ എറ്റിക്കറ്റ്, ആ മര്യാദ, അത് മൊത്തത്തിൽ ഈ ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് കൈമോശം വന്നിരിക്കുന്നു. ദുഃഖകരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.